ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 3 ആണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ സീരീസ് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയൂ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. സോ ഗൈസ്, ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പെൺകുട്ടി ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അതായത്, നിങ്ങൾ ടോക്കിയോയിൽ ഇത് ആദ്യമായിട്ടാണോ? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ജപ്പാൻ എന്ന് പറയുന്നത് ഒരു കറ്റാന സൊസൈറ്റിയാണ്. ആത്മരക്ഷയ്ക്കായിട്ട് ആൾക്കാർക്ക് ഇവിടെ കറ്റാന കയ്യിൽ കരുതാം. അത് ലീഗലാണ്. സോ ആരുടെ കയ്യിലും ഒരു കറ്റാന ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ലോകം കുറച്ച് കൂടുതൽ അപകടകരമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ യാക്കൂസ ഗാങ് ലീഡേഴ്സും വലിയ വലിയ കമ്പനികളും ഒക്കെ അവരുടെ സുരക്ഷ കൂടുതൽ ബലപ്പെടുത്താനുള്ള വഴികളെ പറ്റി അന്വേഷിക്കുന്നത്. അവിടെയാണ് ഈ മന്ത്രവാദികളുടെ പ്രസക്തി. ടോക്കിയോയിൽ തന്നെ ഏതാണ്ട് 1000-ലധികം മന്ത്രവാദികളുണ്ട്. അതായത് ജപ്പാനിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണെന്ന് പറയാം. അപ്പോൾ ഈ മന്ത്രവാദികളെയും സെൽഫ് ഡിഫെൻസിനായിട്ട് ഇവരെ ഹയർ ചെയ്യാനായിട്ട് അന്വേഷിക്കുന്ന യാക്കൂസ ഓർഗനൈസേഷൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്റെ ജോലി. ഇപ്പൊ അവൾ അടുത്തുള്ള നോട്ടീസ് ബോർഡിലെ ഒരു പരസ്യം കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറിന്റെ റിക്വസ്റ്റ് ആണെന്ന്. ഇപ്പം നമ്മൾ ആ നോട്ടീസ് നോക്കുകയാണെങ്കിൽ ഹിഷാക്കുവിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആവശ്യമുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കയ്യിലെ ഫ്ലെയിം സിമ്പലാണ് അടയാളം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഷിബയും ചിഹിരോയും ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 3 വർഷം മുമ്പത്തെ കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഷിബയാണെങ്കിൽ ഈ പെണ്ണിന്റെ ഷോപ്പിലേക്ക് കയറി വന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട്, ഹിനാവോ പണിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന്. ഇങ്ങനെ തരക്കേടില്ലാതെ പോകുന്നു, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു, എന്തായിരുന്നു പരിപാടി? അങ്ങനെ അതും ഇതുമൊക്കെ അല്ലറ ചില്ലറ പരിപാടികൾ. സോ അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് പറ്റിയ കുറച്ച് കിടിലൻ ജോലി ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പറയട്ടെ. ഓപ്ഷൻ 1 സൈക്കോഷ കമ്പനി സിഇഒയുടെ ബോഡി ഗാർഡ്. ഓപ്ഷൻ 2 റാഞ്ചിക്കൈ കമ്പനിയുടെ ചെയർമാന്റെ മകളുടെ ബോഡി ഗാർഡ്. ഓപ്ഷൻ 3 ടൊഗെറ്റ്സു എസ്റ്റേറ്റിന്റെ സെക്യൂരിറ്റി. ഇപ്പൊ ഷിബ ഇവളോട് പറയുന്നുണ്ട്, അയ്യോ ഞാനിന്നിവിടെ ജോലിക്കായിട്ട് വന്നതല്ല, വേറൊരു ആവശ്യമാണെന്ന്. ഹിനാവോ, നീ കുനിഷികെ റോക്കുഹിരയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേൾക്കാതെ പിന്നെ, എനിക്കെന്താ ഒന്നും അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? റോക്കുഹിര കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം നീ അറിഞ്ഞിരുന്നോ? അറിഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ ഞാനാകെ ഷോക്കായിപ്പോയി. അത് ചെയ്തത് ഹിഷാക്കു ഗ്രൂപ്പ് ആണല്ലോ. അവരവിടുന്ന് കുറച്ച് എൻചാന്റഡ് ബ്ലേഡ്സ് മോഷ്ടിച്ചു കൊണ്ടുപോയെന്നും ഞാൻ കേട്ടിരുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണ്? ഇപ്പോൾ ഷിബ അവളോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഷിബയും കുനിഷികെ റോക്കുഹിരയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഹിനാവോയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഫുൾ സ്റ്റോറി, ചിഹിരോയ്ക്ക് സംഭവിച്ച ട്രാജഡിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ സഹായിക്കാമെന്ന് ഹിനാവോ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പരസ്യമൊക്കെ പതിച്ച് ഹിഷാക്കുവിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ വിവരങ്ങളൊന്നും കിട്ടിയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് യാക്കൂസ ഗാങ് മന്ത്രവാദികൾ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവള് ബോറടിച്ച് ഇങ്ങനെ കടയിലിരിക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ കയറി വരുന്നു. ഇപ്പൊ അത് ആരാണെന്ന് ഇവള് നോക്കി കഴിയുമ്പോൾ കതവിനടുത്തൊരു കൊച്ചു പെൺകുട്ടി. അപ്പോൾ ഇപ്പോൾ ഈ ഹിനാവോയാണ് എൻചാന്റഡ് ബ്ലേഡിന്റെ വിവരം കിട്ടിയെന്നും പറഞ്ഞു ഷീബയെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹിനാവോ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ സൈഡായിട്ട് ഇങ്ങനെ കുറേ പരിപാടികളും. ഇപ്പൊ ഷിബയും ചിഹിരോയും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഷിബയാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. നിങ്ങളിങ്ങനെ ഒന്ന് തൊള്ള തുറക്കാതിരിക്കാവോ എന്നാ ഹിനാവോ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കടന്ന് ഈ അലച്ചു വിളിക്കുന്ന വയസ്സന്മാരെ ഇഷ്ടമേ അല്ല. ഹായ് ചിഹിരോ, നീ എപ്പോഴത്തെയും പോലെ തന്നെ നല്ല കിടിലൻ ലുക്കിലാണല്ലോ. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ ഒരു തണുത്ത ഹായ് പറയുന്നുണ്ട്. ഹിനാവോ പിന്നെയും കിടന്നങ്ങ് എക്സൈറ്റഡ് ആവുകയാണ്. നീ കിടിലാണ്, നീ പൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവള്. ഇപ്പോൾ ഒരു വിവരം കിട്ടിയപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്തതിന് ഇവർ ഹിനാവോട് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ആരോ ഒരു എൻചാന്റഡ് ബ്ലേഡ് കണ്ടു എന്നല്ലേ നീ പറഞ്ഞത്? അതെ, ആ പെൺകുട്ടി ദേ ഇവിടെ ഉണ്ട്, അവൾ ഉറങ്ങുക. ഇപ്പൊ ആ കയറി വന്ന കൊച്ചു പെൺകുട്ടിയാണ് എൻചാന്റഡ് ബ്ലേഡ് കണ്ടത്. എന്തോന്ന്, ഈ കൊച്ചു പെണ്ണോ? ഇവളാണോ ആ ബ്ലേഡ് കണ്ടു എന്ന് പറഞ്ഞത്? അതെ, ഇവളുടെ കാര്യമാണ് പറഞ്ഞേ. കൊച്ചു കിടന്ന് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പൊ ഈ കൊച്ചു കയറി വന്ന സമയത്തെ കാര്യങ്ങൾ ഹിനാവോ പറയുന്നുണ്ട് ഇവരോട്. അപ്പൊ ഈ കൊച്ചിന്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചിങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ ഈ കൊച്ചാണെങ്കിൽ കൊച്ചു പിള്ളേർ സംസാരിക്കുന്ന പോലൊന്നും അല്ല, നല്ല ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ഹിനാവോ ചുമ്മാ ഇവളെ ഒന്ന് ടീസ് ചെയ്യുന്നുണ്ട്. നീ ഗ്രാമറിൽ പുലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ മന്ത്രവാദിയെ ഹയർ ചെയ്തിട്ട് നിനക്ക് എന്താ ആവശ്യമെന്ന് ഹിനാവോ ചോദിക്കുന്നുണ്ട്. ഒരു ദുഷ്ടനായിട്ടുള്ള ഒരുത്തൻ എന്നെ ചേസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. അതാണല്ലേ കാര്യം. അപ്പോൾ നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപയുണ്ടെന്ന് ഹിനാവോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ജില്ലി കാശും ഇല്ലെന്ന് കൊച്ചു പറയുന്നുണ്ട്. ഇപ്പൊ കാശില്ലാത്ത പരിപാടി നടക്കൂലല്ലോ. അപ്പൊ അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് ഹിനാവോ ഇങ്ങനെ തലയെ കൈ വെച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ കൊച്ചു അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിരിക്കട്ടെ, നിന്റെ പുറകെ വരുന്ന ആ ദുഷ്ടൻ, അയാൾ എന്ത് തരം ആളാ? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാള് കയ്യിലുള്ള ഒരു ദുഷ്ടൻ. ഇപ്പൊ അത് കേട്ടപ്പോൾ ഹിനാവോയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചു. അത് ചിലപ്പോൾ ഒരു എൻചാന്റഡ് ബ്ലേഡ് ആവാമല്ലോ, അതുകൊണ്ടാണ് അവൾ ഇവരെ വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നു. ഇതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ അറിയാതെ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേട്ടിട്ട് അത്ര വിശ്വാസവും വരുന്നില്ല എന്ന് ഇപ്പൊ ശിവ പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ ഇപ്പൊ ഹിനാവോ ചോദിക്കുന്നു. അത് കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ, ആ കൊച്ചു ചുമ്മാ എന്തോ കളി പറയുന്നതായിരിക്കും. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സോഡ് പോലും. ഒരു കൊച്ചു പറയുന്ന കഥയൊന്നും അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല എന്ന് ശിവ പറയുന്നു.
അല്ല എന്തെങ്കിലും ചെറിയ ലീഡ് ഉണ്ടെങ്കിൽ പോലും അറിയിക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, അതുകൊണ്ടാണ് അറിയിച്ചതെന്ന് ഇപ്പം ഹിനാവ പറയുന്നുണ്ട്. ഇപ്പൊ ആ കൊച്ചാണെങ്കിൽ ഉറക്കത്തിൽ കിടന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമസിന്റെ സെൽ ഡിവിഷനെ പറ്റിയൊക്കെയാണ് ആ കൊച്ചു സംസാരിക്കുന്നത്. ഇപ്പൊ ചിഹിരോ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഹിപ്പോപ്പൊട്ടാമസോ? ഇവൾ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുകയാണെന്നാ തോന്നുന്നത്. എന്നാലും എന്ത് ടൈപ്പ് സ്വപ്നമായി കൊച്ചു കാണുന്നേ? ഇവക്ക് സെൽ ഡിവിഷനെ പറ്റിയൊക്കെ അറിയൂ? ഇപ്പൊ ഉടനെ ഈ കൊച്ചു ഉറക്കത്തിൽ നിന്ന് അങ്ങ് എഴുന്നേക്കുന്നുണ്ട്. ഇവൾ ഉണർന്നല്ലോ. അപ്പൊ ഈ കൊച്ചു കണ്ടത് എന്തോ ദുസ്വപ്നമായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പൊ എഴുന്നേറ്റിട്ട് ഇവളീ മുന്നിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കുകയാണ്. നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വന്ന മന്ത്രവാദികളല്ലേ? നിക്കുമോളെ, നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ആ പറഞ്ഞ ദുഷ്ടനായിട്ടുള്ള ആളെ എന്തിനാ നിന്റെ പുറകെ വരുന്നേ? അതാദ്യം പറ. ഇപ്പൊ ഈ കൊച്ചാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളോ? നിനക്കൊന്നും പറയാനില്ലേ? ഇവളുടെ കള്ളത്തരം പിടിച്ചെന്ന് മനസ്സിലായി കാണും. ഇത് നിനക്ക് ചുമ്മാ കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ല, വീട്ടിൽ പോടി. ഇപ്പൊ ഈ കൊച്ചാണെങ്കിൽ ഇല്ലാന്ന് തലയാട്ടുന്നുണ്ട്. എന്താ, നിനക്ക് വീട്ടിലേക്കുള്ള വഴി അറിയത്തില്ലേ? അല്ല, എനിക്ക് പോകാനൊരു വീടില്ല. അപ്പൊ നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഇപ്പൊ അതും ഇല്ലെന്ന് ഈ കൊച്ചു തലയാട്ടുന്നുണ്ട്. ഇപ്പൊ ചിഹിരോയ്ക്ക് ആ വിഷമം മനസ്സിലാവുമല്ലോ, അവനിങ്ങനെ അവളെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഷിബ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇവളെ ഒരു ഓർഫണേജിലാക്കാം, അതായിരിക്കും നല്ലതെന്ന്. ഇപ്പൊ നീ ഭക്ഷണം വല്ലതും കഴിച്ചിരുന്നോ എന്ന് ചിഹിരോ ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവൾ ഇങ്ങനെ പറയാനായിട്ട് വരുന്നുണ്ട്. പറയുന്നതിന് മുമ്പേ തന്നെ അവളുടെ വയറ് കടന്ന് മൂളുന്നുണ്ട്. ഇപ്പൊ കേട്ടപ്പോ മനസ്സിലായില്ലേ, ഇതാണ് അവസ്ഥ എന്ന് ഇപ്പൊ അവള് പറയുന്നു. അപ്പൊ നീയൊന്നും കഴിച്ചിട്ടില്ല, നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ? ഇപ്പൊ അവൾ ആദ്യമേ ചാടി കയറി എനിക്ക് ടെമ്പുരാ സോബ വേണോന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവൾ ചോദിക്കുന്നത്, നിങ്ങളിത് കാര്യമായിട്ടാണോ പറഞ്ഞതെന്ന്. ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് എന്താ വേണ്ടതെന്ന് നീ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന്. ഇപ്പൊ അവര് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഷിബ ആ റെസ്റ്റോറന്റിന്റെ പുറത്ത് നിന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചിഹിരോയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ, അവരെ കെയർ ചെയ്യാൻ ഒരു വല്ലാത്ത കഴിവാണെന്ന്. കാര്യം അവന്റെ അച്ഛനെ കുറെ വർഷങ്ങൾ നോക്കിയത് ചിഹിരോ തന്നെയാണല്ലോ. പുള്ളിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണെങ്കിലും പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളാണെങ്കിലും, അതായത് ഇവന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ ബാത്റൂമിലെ ലൈറ്റ് ഓൺ ആക്കി ഇട്ടിട്ട് പോവും. ഷൂവും സോക്സും എല്ലാം ചുമ്മാ ഇങ്ങനെ തറയിൽ അലക്ഷ്യമായിട്ട് ഇട്ടിട്ട് പോവുമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പുറകെ നടന്ന ഒരു ഓർഡറിലാക്കുന്നത് ചിഹിരോ ആയിരുന്നു. അപ്പോൾ വെയിറ്റർ ഇപ്പോൾ ഒരു ടെമ്പുറ സോബ കൊണ്ടുവച്ചിട്ടുണ്ട്. ചിഹിരോയ്ക്ക് കഴിക്കാനായിട്ട് ഒരു തണുത്ത സോബയും കൊണ്ടുവെക്കുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടി അവളുടെ പേര് പറയുന്നുണ്ട്. അവളുടെ പേര് ഷാർനാണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടൈം ആണോ? എന്റെ പേര് ചിഹിരോ. ഇപ്പൊ അവളാണെങ്കിൽ ആ സോബ ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ഇത് ഭയങ്കര എമ്മി ആയിട്ടുണ്ടെന്നൊക്കെ ഇപ്പൊ അവള് പറയുന്നു. ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്, ഹേ ഷാർ, ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ നിന്നെ ഒരു ഓർഫണേജിൽ കൊണ്ടാക്കും. അവിടെ നിന്റെ ഒപ്പം കളിക്കാൻ വേറെ ഒരുപാട് കുട്ടികളുണ്ടാകും. ഇപ്പൊ ഇത് കേട്ടിട്ട് ഷാർ ഞെട്ടുന്നുണ്ട്. എന്ത്? അപ്പൊ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യില്ല? ഞാൻ കരുതിയത് ഈ സോബ മേടിച്ചു തന്നത് നമ്മുടെ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാ. അങ്ങനെയൊക്കെ ഇവിടെ ആരാ പറഞ്ഞത്? മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞതുപോലെ തന്നെ ആ റെസ്റ്റോറന്റ് നിനക്ക് കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ല. ഞാൻ അതിന് കുഞ്ഞു കളിക്കുകയൊന്നും അല്ല. എന്നാ പറയേ, എന്തിനാ ദുഷ്ടനായിട്ടുള്ള മനുഷ്യൻ നിന്റെ പുറകെ നടക്കുന്നത്? അത് പിന്നെ നിനക്ക് പറയാൻ പറ്റില്ല. കാര്യം നിന്റെ കയ്യിൽ അതിനുള്ള ഉത്തരവില്ല. അല്ല, അങ്ങനെയൊന്നും അല്ല. എനിക്കത് നിങ്ങളോട് പറയണമെന്നില്ല, അതാ കാര്യം. എന്നിട്ട് ഷാർ ഇങ്ങനെ എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു തൊപ്പി വെച്ച് നല്ല ഹൈറ്റ് ഉള്ള വിയേഡായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ശരി, എന്നാ നീ ആ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാളിനെ പറ്റി പറ. ഇപ്പൊ അവള് പറയുന്നുണ്ട്, ആ വാളിൽ നിന്നൊരു മേഘം പുറത്തേക്ക് വന്നെന്ന്. ഇപ്പൊ ഇവളീ പറഞ്ഞതുമായിട്ട് ആ എൻചാന്റഡ് ബ്ലേഡ്സിൽ ഒരെണ്ണത്തിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഇത് കേട്ടപ്പോ പെട്ടെന്ന് ചിഹിരോ ഞെട്ടുന്നു. ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആയിരിക്കുമോ? പക്ഷെ ഒരു മേഘം പുറത്തേക്ക് വന്നു എന്നല്ലേ അവള് പറഞ്ഞത്? അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണല്ലോ. ഇപ്പൊ ചിഹിരോ വീണ്ടും ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ ചുമ്മാ തമാശ കളിക്കുകയല്ലോ അല്ലേ? ഇപ്പൊ അല്ല എന്ന് ഇവളും പറയുന്നുണ്ട്. ഇപ്പൊ ആ ദുഷ്ടന്റെ കയ്യിൽ ഒരു ഫ്ലെയിമിന്റെ സിമ്പല് ടാറ്റു ചെയ്തിരുന്നോ എന്ന് ചിഹിരോ ചോദിക്കുന്നു. അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല എന്ന് അവള് പറയുന്നു. ഇപ്പൊ കുറച്ചു മുമ്പേ അകത്തേക്ക് കയറി വന്ന ആ വിയേഡായിട്ടുള്ള മനുഷ്യൻ ചിഹിരോയുടെ തൊട്ട് ബാക്കിലായിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്കൊന്നും ഓർഡർ ചെയ്യാനില്ലെന്ന് ഇപ്പൊ വെയിറ്റർ അയാളോട് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇയാളാണെങ്കിൽ വെയിറ്ററിനോട് ഇവിടുന്ന് മാറിപ്പോവാനായിട്ട് പറയുകയാണ്. എന്തോന്ന്? ഇതൊരു റെസ്റ്റോറന്റ് ആണ്, ഇവിടെ ഇരിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇറങ്ങി പോണോ ഹേ. ഇപ്പൊ വെയിറ്ററിന്റെ അടുത്ത് ഇയാൾ നാവടക്കടാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ ഷാറിനോട് ചോദിക്കുന്നുണ്ട്, ഈ വാളും കൊണ്ട് വന്ന ആൾ ഒറ്റയ്ക്കായിരുന്നോ എന്ന്. അല്ല, അയാളുടെ കൂടെ ഒരു കൂട്ടം ഗുണ്ടകളും ഉണ്ടായിരുന്നു എന്ന് അവള് പറയുന്നുണ്ട്. ഇപ്പൊ ആ പുറകിലിരിക്കുന്ന മനുഷ്യൻ അയാളുടെ കൈ കയറി പിടിച്ചതിന് ആ വെയിറ്ററിന്റെ കഴുത്തിലേക്ക് ചോപ്സ്റ്റിക് എറിഞ്ഞ് അയാളെ കൊല്ലുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കുന്നു. ഇപ്പൊ അയാളാണെങ്കിൽ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഷാറിന്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഫൈനലി നിന്നെ കണ്ടുപിടിച്ചു. പക്ഷെ ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ, നിന്റെ കൂടെ ഒരു ബോഡി ഗാർഡും ഉണ്ടോ? ഇപ്പൊ ഇയാൾ ഈ വെയിറ്ററെ കൊന്നത് കണ്ടിട്ട് അവിടെ ഉള്ളവരൊക്കെ അലറി വിളിക്കുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ ഇയാളുടെ അടുത്ത് താൻ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇപ്പൊ ഇയാളാണെങ്കിൽ ഇതാകെ ശല്യമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇൻവിൻസിബിൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അയാൾ ആ സ്പെല്ല് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് ഒരു ഡോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അത് പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ആ റെസ്റ്റോറന്റിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി. ചിഹിരോ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ഇതെന്താ ഇവിടെ നടക്കുന്നേ? അതൊരു മന്ത്രവാദിയാണ്, എല്ലാവരും ഓടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർ ഓടുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഷാർ അപ്പൊ കള്ളം പറയുകയായിരുന്നില്ല, ആരോ അവളുടെ പുറകിലുണ്ട്. അവൾ കണ്ടത് ഒരു എൻചാന്റഡ് ബ്ലേഡ് തന്നെയാണ്.
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വന്നിരിക്കുന്ന മന്ത്രവാദി ആ ബ്ലേഡ് കയ്യിലുള്ള ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവർ എന്തിനാകും ഷാറിനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇല്ല, ഇപ്പൊ അത് ചിന്തിക്കാനുള്ള സമയമല്ല. ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ ഷാർ നിന്നെ സംശയിച്ചതിന് സോറി എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ അകത്തു നിന്ന് ആ മന്ത്രവാദിയാണെങ്കിൽ ഒരു ഡോളിൽ ഇങ്ങനെ ഷാറിനെ കെട്ടിത്തൂക്കി കൊണ്ടുവരികയാണ്. ഇപ്പൊ ചിഹിരോ ചത്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇവൻ എനിക്ക് കുറച്ച് പണിയാവുമെന്ന്. ഇപ്പോൾ ഷാറാണെങ്കിൽ ചിഹിരോയോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ സോറി ഞാൻ സ്വീകരിച്ചു, മാപ്പ് തന്നിരിക്കുന്നു, ഇപ്പൊ എന്നെ ഒന്ന് രക്ഷിക്ക്, ഞാൻ ഉറപ്പായിട്ട് നിന്നെ രക്ഷിച്ചിരിക്കും. സോ ഗൈസ്, അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. നിങ്ങൾ ഇതിന് നല്ല സപ്പോർട്ട് തരികയാണെങ്കിൽ നമ്മൾ ഡെയിലി ചാപ്റ്റേഴ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ അറിയാമല്ലോ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ഹൈപ്പ് കൊടുത്തേക്ക്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.